സ്വന്തം നാടായ കണ്ണൂരിൽ നിന്നും അങ്ങനെ കൊൽക്കത്ത യാത്ര ആരംഭിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ 9 മണിക്ക് ചെന്നൈക്ക് പോകുന്ന തീവണ്ടിയിൽ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് ഡേ 1. ജനുവരി 28 മുതൽ ഫെബ്രുവരി 4 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ യാത്ര. ചെന്നൈയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് 29 രാവിലെ 7 മണിക്കാണ് ട്രെയിൻ. AC റിസർവേഷൻ ആയതുകൊണ്ട് ട്രെയിനിന് പുറത്തുള്ള കാഴ്ചകൾ പകർത്താൻ സാധിച്ചില്ല. അങ്ങനെ കൊൽക്കത്ത എത്തി. ഷാലിമാർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി യൂബർ കൂട്ടി താമസ സൗകര്യം ഒരുക്കിയ സ്ഥലത്തേക്ക് യാത്രയായി. അവിടെ ഒരു ചായ കുടിക്കാൻ കയറി. ചായക്കും കേക്കിനും കൂടെ 10 രൂപ മേടിച്ചുള്ളൂ. 5 രൂപ ചായ ഉള്ളൂ, കുറച്ചുണ്ടായതുള്ളൂ. നിയമം പാലിക്കേണ്ട പോലീസുകാർ പോലും ഹെൽമറ്റ് ഒന്നും ഇടാണ്ട്, അത് മറ്റേ സ്റ്റാറൊക്കെ ഉണ്ട് പുള്ളിക്ക്. സ്കൂട്ടിക്ക് വന്നിങ്ങനെ ഇറങ്ങി റോഡിൽ കൂടെ തന്നെ, അല്ല ആൾ പോകുന്ന റോഡാണ്, വണ്ടിയുള്ള റോഡാണ്. വന്നിറങ്ങി അവിടെ വന്ന് ചായ കുടിച്ച് സാധാരണ മനുഷ്യരെ പോലെ വന്ന് ചായ കുടിച്ച് അവരോട് കടക്കാരനോട് വന്ന് വർത്താനമൊക്കെ പറഞ്ഞ്, അവിടെ വന്ന ആൾക്കാരോട് വർത്താനം പറഞ്ഞ്, പിന്നെ കുറച്ച് പിള്ളേരും കൂടെ വന്ന് അവരോടും വർത്താനം പറഞ്ഞ്. ഇന്ന് സിമ്പിൾ മനുഷ്യരല്ലേ. കൊൽക്കത്ത സീരീസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് എത്ര നാൾ ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നറിയില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കൊൽക്കത്ത വന്നിട്ടുള്ളത്. എന്താവുന്നൊന്നും അറിയില്ല. ആക്ച്വലി എനിക്ക് കൊൽക്കത്തേനെ പറ്റി വലിയ ഐഡിയ ഇല്ല. നമ്മൾ ഈ കാണുന്ന റീലും കാര്യങ്ങളും അല്ലാണ്ട് വേറൊരു ഐഡിയ ഇല്ല. എനിവേ ഞാൻ കുറച്ച് നല്ല ഹോട്ടൽ തപ്പി റെസ്റ്റോറൻറ്റ്സ് തപ്പി പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല. എല്ലാം ഈ ചെറിയ ചെറിയ കടകളായിരുന്നു. മെയിൻ ടൗണിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, നല്ല കടകളൊക്കെ ഉണ്ടാവും, നല്ല സ്ട്രീറ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ അത്ര വലിയ സ്ട്രീറ്റ് ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ കുറച്ച് നടന്നതിന് ശേഷമാണ്, റൂം നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ച് നടന്നതിന് ശേഷമാണ് ഈ സ്ട്രീറ്റ് കണ്ടത്. പോകുന്ന വഴിക്കിൽ ഒരു മിസോറാമിൻ്റെ ഒരു ബിൽഡിംഗ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ആയിരിക്കും അവിടുത്തെ ഒരു സാധനം ഇവിടെ. പിന്നെ കൊൽക്കത്ത എന്ന് പറയുമ്പം ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റേ ഓറഞ്ച് മഞ്ഞ അംബാസിഡറുള്ള, തനി മഞ്ഞയല്ല, തനി ഒരു ഓറഞ്ച് മഞ്ഞയും കൂടെ ഒന്ന് മിക്സ് ആയിട്ടുള്ളൊരു കളറാണെന്ന് തോന്നുന്നു. ആ ഒരു അംബാസിഡറാണ് നമ്മുടെ ഇവിടുത്തെ നൊസ്റ്റാൾജിക് സാധനം എന്നൊക്കെ പറയുന്ന ഒരു സാധനം, ഹൈലൈറ്റ്. നാളത്തെ ദിവസം എനിക്ക് മാക്സിമം പറ്റുവാണെങ്കിൽ, ഇന്നിപ്പോൾ മൊബൈലിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്, കാരണം എനിക്ക് ക്യാമറ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നമാണ്. പക്ഷെ നാളത്തെ ദിവസം മുതൽ ഞാൻ ആ വണ്ടികളും ഇവിടുത്തെ നൊസ്റ്റാൾജിക് സാധനങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിട്ട് വ്ളോഗ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സീ യു ടുമാറോ, ബൈ ബൈ. Did you eat chicken? Yeah, I Like yes. ചൂട് ചോറും അവരുടെ കറികളും എനിക്ക് വേണ്ടി തന്നെ അവർ ചിക്കൻ ആക്കിയിട്ടുണ്ട്. ഇത് പോർക്കാണ്.